ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറി എങ്ങനെ എഴുതാമെന്നാണ്. ഡയറി എഴുതാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിനു മുന്നേ കുറച്ച് ടിപ്സൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും കാണണം. പിന്നെയും കുറേ കുട്ടികൾ നിരന്തരം കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ടിപ്പണിയുടെ വീഡിയോ, ചരിത്ര നാശി, ഇങ്ങനെ കുറേ കമൻറ്റ് വരുന്നുണ്ട്. അപ്പം ചാനലിൽ കയറി പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ആ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഗിഡ്കി 1,00,000 വ്യൂസ് ആയിട്ടുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ കുറവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. പരി ലഡ്കി കഹാനി തന്നിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കഹാനിക്ക് ഇസ് പ്രസംഗയ്ക്ക് ആധാർ പർ ഹർമൻ കി ഡയറി ലിഖെ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ഈ ഭാഗം വെച്ചുകൊണ്ട് ഹർമൻ്റെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറിയുടെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഡയറി, ലെറ്റർ, പോസ്റ്റർ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതുമ്പോൾ ബോക്സ് വരച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ബോക്സ് വരയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് ദിവസവും ഡേറ്റും എഴുതുക. ഇത് എക്സാമിൻ്റെ ഡേറ്റും ദിവസവും തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഇത് തന്നെ പഠിച്ചിട്ട് പോയാൽ മതി. അതിനുശേഷം എഴുതേണ്ടത് ആജ് ഏക്ക് അവിസ്മരണീയ ദിന. ഇന്നൊരു അവിസ്മരണീയ ദിനമായിരുന്നു. അതായത് ഇന്നൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ആജ് കാ ദിൻ മേം കബി നഹി ഭൂലേഗ. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ 2 സെൻറ്റൻസ് നിങ്ങൾക്ക് ആദ്യം എഴുതാൻ വേണ്ടി സാധിക്കും. ഏത് ഡയറി ചോദിച്ചാലും ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് എഴുതാം. അതിനുശേഷം എഴുതേണ്ടത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത് അതാണ് എഴുതേണ്ടത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഹർമൻ്റെ ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിക്കണം. തന്നിട്ടുള്ള പാരഗ്രാഫും വായിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനുള്ള പാരഗ്രാഫ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എന്താണ്, ഹർമൻ പറയുന്ന കാര്യങ്ങളാണ്. യുദ്ധം സമാപിച്ചു, യുദ്ധത്തിൽ ഒരുപാട് പേര് മരിച്ചു, കുറേ പേര് ജീവിച്ചു, ഞാൻ ഒരു തരത്തിൽ രക്ഷപ്പെട്ടു, അവസാനം ഞാൻ ആ വേലിക്കരികിലേക്ക് പോയി, അവിടെ എന്നെ ആ പെൺകുട്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ അവളോട് പറഞ്ഞു, നീ എൻ്റെ പരിയിലൊക്കെയാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു, അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹർമൻ പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ബോക്സിലുള്ള അതേ കാര്യങ്ങൾ നമുക്ക് മുഴുവൻ എഴുതാൻ വേണ്ടി സാധിക്കും. ക്വസ്റ്റ്യനിൽ കണ്ടോ മേം, മേനെ എന്നൊക്കെ. അപ്പോൾ അത് ഹർമൻ പറഞ്ഞ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാം. മേയുടെ അർത്ഥം എന്താണ്, ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ അതേ സാധനം തന്നെ നമുക്ക് ഡയറിയിലേക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ചോദ്യം നല്ല രീതിയിൽ വായിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 3 തവണയെങ്കിലും വായിക്കണം. ഹിന്ദി ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് 3 തവണയിലും വായിച്ചിട്ടേ എഴുതാൻ പാടുള്ളൂ. അത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യനിലും ഡയറിയുടെ ഉള്ളിൽ എഴുതാനുള്ളത് ഇങ്ങനെ ലഭിക്കണമെന്നില്ല. ചില ക്വസ്റ്റ്യനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി വേണം എഴുതാൻ. ഏത് പാഠത്തിൽ നിന്ന് ആരുടെ ഡയറിയാണ് ചോദിക്കുന്നത്, ഏത് സന്ദർഭത്തിലുള്ള ഡയറിയാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ കേശവിൻ്റെ വൈറ്റ് ക്യാപ്പ് എന്നുള്ള പാഠത്തിൽ നിന്നാണെങ്കിൽ ഒരുപാട് സാഹചര്യത്തിലുള്ള ഡയറികൾ ചോദിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏത് ഡയറി എവിടെ നിന്ന് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കണം. ഇനി വായിച്ചിട്ട് മനസ്സിലാകാത്ത കുട്ടികൾ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ഇമ്പോർട്ടൻ്റ് ആയ ഡയറി തരുമോ എന്ന് ചോദിച്ച് കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏത് ഡയറിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചിത്രണമൊക്കെ ആണെങ്കിൽ 4 എണ്ണമാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതേപോലെ കവിതയുടെ ആശയം, ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ എല്ലാവരും കാണുക.